ഞാനൊരു അധ്യാപകനാണ്. ചീങ്ങേരി ഹില്ലിലേക്ക് ഒരു നൈറ്റ് ട്രെക്കിംഗ് വന്നതാ. എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തോട്ടെ. 99% വ്യക്തികളോടും ഏറ്റവും സൗമ്യനായി സംസാരിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അധികം പരുഷമായി ആരോടും സംസാരിക്കാറില്ല. ഞാൻ ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ കുറച്ച് കുസൃതികളെക്കുറിച്ച് സൗമ്യമായി സംസാരിച്ചു. അത് ക്ലാസ്സിൽ ചില പ്രശ്നങ്ങളൊക്കെ മറ്റു കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്, ഒന്ന് വീട്ടിൽ നിന്നും കൂടി ഒന്ന് പറയണം, എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതവിടെ തീർന്നു. തൊട്ടടുത്ത ദിവസം ആ കുട്ടി ക്ലാസ്സിൽ വന്നില്ല. അന്ന് വൈകുന്നേരം ആ കുട്ടിയുടെ രക്ഷിതാവ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ തലേദിവസം വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എൻ്റെ BP കൂടി ഞാൻ ഹോസ്പിറ്റലായിപ്പോയി. ഞാൻ നിശബ്ദനായി അത് കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, നിങ്ങളുടെ കുട്ടിയുടെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങളോടല്ലാതെ അടുത്ത വീട്ടിലെ മനുഷ്യനെ വിളിച്ച് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാനിത് പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? അത്യാവശ്യം സ്ട്രെസ്സൊക്കെ അനുഭവിക്കാൻ മക്കളെ പഠിപ്പിക്കണം. ഒരു ചെറുനാരങ്ങ തൈ അത് നട്ടു വളർത്തി, അതിൽ നല്ല ഇലയായിരുന്നു. അതിന് കാഫലം സംഭവിക്കുന്നേ ഇല്ല, കാഫലം ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലെ സയൻറ്റിസ്റ്റുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനധികം വെള്ളം കൊടുക്കണ്ട, വളം കൊടുക്കണ്ട, അതിന് മാക്സിമം സ്ട്രെസ്സ് കൊടുക്ക്. ഞാൻ അതുപോലെ ചെയ്തു. ആ സ്ട്രെസ്സ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? അതിന് പുതിയ നാമ്പുകൾ വന്നു, പുതിയ കരുത്ത് ആർജിച്ചു, അതിലിഷ്ടം പോലെ ചെറുനാരങ്ങ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് സ്ട്രെസ്സൊക്കെ മക്കൾക്ക് കൊടുക്കണം. എന്നാലേ നാളെ അവർ ഈ ഭൂമിയിൽ, ഈ ചുറ്റുപാടിൽ അവർക്ക് ജീവിക്കാനും അതിജീവിക്കാനും സാധിക്കൂ. അല്ലാതെ ഒരു സ്ട്രെസ്സും കൊടുക്കാതെ വളർത്തിക്കൊണ്ട് വരരുത്. ബി ഹാപ്പി. ഈ രാത്രി ഞാൻ എൻ്റെ മോൻ അത്യാവശ്യം സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, ചീങ്ങേരി ഹില്ലിൻ്റെ ടോപ്പിലേക്ക്. ഈ രാത്രികാലം കേരളത്തിലെ ആദ്യത്തെ ഹിൽ നൈറ്റ് ട്രെക്കിങ്ങിലേക്ക്. എൻജോയ്.